മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. ഒരേ സമയം 2 ലാബുകളിൽ നടത്തിയ രക്തപരിശോധനാ ഫലങ്ങളിൽ വ്യത്യാസം. വലിയ അന്തരം വന്നത് രോഗിയെയും ഡോക്ടറെയും ആശയക്കുഴപ്പത്തിലാക്കി. ചോക്കാടിലെ ലാബുകളിൽ നടത്തിയ പരിശോധനകളിലാണ് ഫലങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രമേഹ പരിശോധനകളിലും കൊളസ്ട്രോൾ ടെസ്റ്റിലുമാണ് വലിയ വ്യത്യാസമുണ്ടായത്. ഇത് രോഗിക്ക് മാത്രമല്ല ചികിത്സിക്കുന്ന ഡോക്ടർക്കും ആശയക്കുഴപ്പത്തിനിടയാക്കി. മമ്പാട്ടുമുലയിലെ സദാനന്ദൻ എന്നയാൾക്കാണ് രക്തപരിശോധനയിൽ ലാബുകളിൽ നിന്ന് വലിയ അന്തരമുള്ള റിസൾട്ടുകൾ ലഭിച്ചത്. ഒരു ലാബിൽ പ്രമേഹം 129ഉം കൊളസ്ട്രോൾ 138ഉം, അതേസമയം മറ്റേ ലാബിൽ പ്രമേഹം 169ഉം കൊളസ്ട്രോൾ 219ഉമാണ് റിസൾട്ടുകൾ ലഭിച്ചത്. ഏതെങ്കിലും ഒരു റിസൾട്ട് തന്നാൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ കുറിച്ചു തരാമെന്ന് ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ സദാനന്ദനോട് പറയുകയും ചെയ്തതായി അദ്ദേഹം സ്വന്തം വാർത്തകളോട് പറഞ്ഞു. ഒരു 8:30 ചോക്കാട് ലാബ് പോയി ഷുഗറും കൊളസ്ട്രോളും ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മുടെ ആസിഫ് ഡോക്ടർ നേരെ മുന്നിലുള്ള ആ ലാബിലാണ് പോയത്. രണ്ടാമത് അവിടുന്ന് എടുത്ത് ഫാസ്റ്റിങ്ങിലാണ് പോയത്, ഭക്ഷണം ഒന്നും കഴിക്കാതെ പോയത്. രണ്ടാമത് ഞാൻ പടയനാള് റോഡുമുള്ള ആ ലാബിലും പോയി. ഇത് രണ്ടും റിസൾട്ട് കിട്ടിയപ്പോൾ നമുക്ക് രണ്ട് റിസൾട്ടാണ്. മെഡിക്കെയറിൻ്റെ കൊളസ്ട്രോള് 138ഉം ഷുഗർ 129ഉമാണ്. അതേസമയം മലബാറിൽ കൊളസ്ട്രോള് 219ഉം ഷുഗർ 169ഉമാണ്. ഇതുകൊണ്ട് ഈ റിസൾട്ടും കൊണ്ട് ഞാൻ കോളനി ഡോക്ടറെ കാണാൻ പോയി. ജൗഹർ ഡോക്ടറായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് ഈ 2 റിസൾട്ടും കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് ഇതിൽ നിങ്ങൾ ഏതിനാ മരുന്ന് എഴുതണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏതെങ്കിലും ഒരു റിസൾട്ട് കൊണ്ടാൽ അതിന് ഞാൻ മരുന്ന് എഴുതി തരാമെന്ന് പറഞ്ഞു. അത് ഏതാ ഞാൻ തരാമെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഇനി അത്യാവശ്യമാണെങ്കിൽ എവിടെ കൊരമ്പയിൽ എവിടെയെങ്കിലും പോയാണ്ട് ചെയ്തു പോരുമെന്നും പറഞ്ഞു. ഗ്രാമങ്ങളിലും അങ്ങാടികളിലുമെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ലാബുകളും അല്ലാത്തവയും ധാരാളമുണ്ട്. രക്തവും മൂത്രവും ഉൾപ്പെടെയുള്ള പരിശോധനകളിൽ ഉണ്ടാകുന്ന കൃത്യതയില്ലാത്ത ഫലങ്ങൾ വെച്ച് ചികിത്സ നടത്തുക കൂടി ചെയ്താൽ മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയിലാകും. ലാബുകളിലെ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യമുയർന്നു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.